ഞാനിന്ന് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി, ശർക്കര ചീവിയത്, തേങ്ങ, പിന്നെ ഏലക്ക, ജീരകം പൊടിച്ചത്, ഏലക്കയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. നമ്മൾ ഇപ്പോൾ ഗോതമ്പ് പൊടി കുഴയ്ക്കുവാണ്. നമ്മൾ അട ഉണ്ടാക്കാനാണ്. ഓട്ടടയെന്ന് പറയും. പണ്ട് കാലത്ത് നമ്മൾ കാപ്പിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ ഒരു അടയാണിത്. ഉപ്പ് ചേർക്കട്ടെ. നമ്മൾ പൊടിയുടെ കൂടെ ഉപ്പും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ പൊടി ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പൊടി കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇലയിലേക്ക് പരത്താൻ പോവുകയാണ്. നമ്മൾ ഈ പൊടി നമ്മളിനി ഇലയിലേക്ക് പരത്തുവാണ്. അതായത് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും വെക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ ജീരകം പൊടിച്ചതും ശർക്കര തേങ്ങയും കൂടി ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. തേങ്ങയും ജീരകവും ഏലക്കയും പിന്നെ നമ്മൾ ശർക്കര ചീവി വെച്ചതാണ്, അതും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ അടയിലേക്ക് ചേർക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കൂട്ടി യോജിപ്പിച്ച് ഇനി ഇത് നമ്മൾ ഈ അടയിലേക്ക് വെക്കുകയാണ്. ഇതിങ്ങനെ മടക്കി വയ്ക്കുകയാണ്. ഇത് 2-3 നമുക്ക് മടക്കി വെച്ചിട്ട് പാത്രം അടുപ്പേ വയ്ക്കാം. നമ്മുടെ അട നമ്മൾ പരത്തി വെച്ച് ഇനി നമ്മൾ ഈ ചട്ടിക്കകത്തേക്ക് അട നിരത്തുകയാണ്. ഇനി നമ്മുടെ ഓട്ടട വേകട്ടെ. അപ്പോൾ നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ കാപ്പിക്ക് പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവമാണിത്. ഗോതമ്പിൻ്റെ അട ശർക്കരയും തേങ്ങയും വെച്ച് എല്ലാവരും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.